മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധരൻ ചേട്ടന്റെ വായിൽ നിന്ന് തന്നെ വൈജയന്തി ആ ഒരു വലിയ സത്യം തിരിച്ചറിയുന്നുണ്ട്. അന്ന് താൻ 22 വർഷങ്ങൾക്ക് മുൻപേ പ്രസവിച്ചിട്ട് തന്റെ കുഞ്ഞ് ഇതുവരെ മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന സത്യം വൈജയന്തി തിരിച്ചറിയും. ഇത്ര കാലം എല്ലാവരും ചേർന്നിട്ട് തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം വൈജയന്തി തിരിച്ചറിയുന്ന ഒരു അടിപൊളി കിടിലൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നറിഞ്ഞതോടുകൂടി തന്നെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഗംഗാധരൻ ഭാര്യ ബാലതിയൊക്കെ എത്തിയിട്ടുണ്ട്. ബാലചന്ദ്രനാണെങ്കിലോ മാളിക വീട്ടിലെ ആരെയും തനിക്ക് കാണണ്ടായെന്നൊക്കെ പറഞ്ഞ് വാശിയിലായിരിക്കും. വൈജയന്തിയെ പോലും കാണണ്ടായെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാലചന്ദ്രൻ ഭയങ്കര വാശിയിലായിരിക്കും. പക്ഷേ എന്താണ് കാര്യം എന്നുള്ള കാര്യം ഗംഗാധരന് മനസ്സിലാവും. സത്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഗംഗാധരൻ ഭാര്യയെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ആ സത്യം വൈജയന്തി അറിയരുത്. ബാലചന്ദ്രനെ നേരിട്ട് കണ്ടിട്ട് ബാലചന്ദ്രനെ ഒന്ന് കൂളാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർ നേരിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ബാലചന്ദ്രൻ അവരെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്താണ് റീസൺ എന്നൊന്നും അറിയില്ലല്ലോ. തന്നെ കാണാനും ബാലചന്ദ്രനെ സമ്മതിക്കുന്നില്ല. ഇപ്പതേ ഗംഗാധരനെ കാണാനും ബാലചന്ദ്രനെ സമ്മതിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നോട് വെറുപ്പും ദേഷ്യമൊക്കെ കാണിക്കുന്നതെന്ന് വൈജയന്തിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബാലചന്ദ്രൻ ഇത്ര കാലം ഒരുപാടധികം ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഗംഗേട്ടൻ. എന്നിട്ട് തൻ്റെ ഗംഗേട്ടനെ പോലും ബാലചന്ദ്രൻ കാണാൻ സമ്മതിക്കില്ല എങ്കിൽ അത്രമാത്രം ബാലചന്ദ്രനെ എന്തായിരിക്കും മനസ്സിൽ കൊണ്ടതെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിന് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരും. ബാലചന്ദ്രനെ കാണാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഗംഗാധരൻ മാലതി നേരെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നുണ്ട്. അവിടെ വെച്ച് അമ്മയെ കണ്ട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ച് അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കട്ടെ ആ വീട്ടിൽ വെച്ച് തന്നെ അവർ അലീനയെ കാണാൻ ഇടവരുന്നത്. അലീനയെ ആദ്യമായി കാണുന്ന സമയത്തിന് മാലതിക്ക് അത് വൈജയന്തിയുടെ ഏകദേശ രൂപസാദൃശ്യം തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല ആ കാര്യം മാലതി അപ്പം തന്നെ ഗംഗാധരനോട് പറയുന്നുണ്ട്. ഈ കുട്ടി അലീനയെ കാണുന്ന സമയത്തിന് എനിക്ക് വൈജയന്തിയുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. ഇവളെ കണ്ട ശരിക്കും അലീനയുടെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ പറയും മാലതി. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട് നീ ഒന്ന് ചുമ്മാതിരിക്കുക, അല്ലെങ്കിലും എവിടെ നിന്നോ വന്ന ഒരു അനാഥ കുട്ടിക്ക് എങ്ങനെയാണ് വൈജയന്തിയുടെ ചേലുണ്ടാവുന്നത്, നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാലതിയുടെ വായടപ്പിക്കും. എന്നാൽ മാലതിയുടെ മനസ്സിലുള്ള ആ ഒരു സംശയം വിട്ടുപോകാത്തത് കൊണ്ട് തന്നെ അലീനയെ പറ്റിയിട്ട് കൂടുതൽ വിവരം മാലതി ഏതായാലും അലീനയോട് തന്നെ ചോദിച്ചറിയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നിരുന്നത്. ബ്രിജിത്താമ്മയുടെ കീഴിലായിരുന്നു ഇത്ര കാലം വളർന്നിരുന്നത്. ഈ വീട്ടിലെ മുത്തശ്ശിക്ക് വയ്യാതായപ്പോൾ ഇവിടുത്തെ മുത്തശ്ശൻ്റെ നിർബന്ധപ്രകാരം തന്നെ ഹോം നേഴ്സായിട്ട് വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അന്നേരം മാലതി ഏത് ഓർഫനേജാന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്തിന് മാലതിക്ക് ശരിക്കും അലീനയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നിപ്പോവാണ്. ഇനിയൊരു പക്ഷേ ഈ കുട്ടി തന്നെയായിരിക്കും വൈജയന്തിയുടെ മകൾ. അപ്പോൾ വൈജയന്തിയുടെ മകളുടെ വായിൽ നിന്ന് തന്നെയായിരിക്കും ബാലചന്ദ്രൻ സത്യമെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്ന് മാലതിക്ക് സംശയം തോന്നുകയാണ്. അല്ലാതെ ഒരിക്കലും ഈ ഒരു 10-22 വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവത്തിൽ ആർക്കും തന്നെ യാതൊരുവിധ തെളിവും അവശേഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞ് വളർന്നിരുന്നു എന്ന കാര്യം ആകെ 2 പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ അവരൊന്നും ഇപ്പോൾ മുത്തശ്ശനടക്കം അവരൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് പിടിച്ച് ബാലചന്ദ്രൻ എങ്ങനെ ഈ ഒരു സത്യം മനസ്സിലാക്കിയെന്നുള്ള ആ ഒരു സംശയമായിരിക്കട്ടെ മാലതിക്ക്. അങ്ങനെ മാലതിക്ക് അലീനയുടെ കാര്യത്തിൽ തന്നെയായിരിക്കും സംശയം. അലീന ഒരു പക്ഷേ ബാലചന്ദ്രനോട് സത്യമെല്ലാം തന്നെ പറഞ്ഞതായിരിക്കുമോ, സ്വന്തം അമ്മയെ തേടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യമെങ്ങാനും ബാലചന്ദ്രനോട് പറഞ്ഞിരിക്കുമോ എന്നൊരു ഭയങ്കര സംശയം മാലതിക്ക് തോന്നാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ മാലതി അലീനയോട് തുറന്നു ചോദിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഗംഗാധരനും മാലതിയും ഹാളിൽ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം തന്നെ പുറത്തു നിന്ന് വരുന്ന വൈജയന്തി കേൾക്കാനിട വരുന്നുണ്ട്. ഗംഗാധരൻ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും, എന്ത് തന്നെ വന്നാലും ഒരിക്കലും ഈ സത്യം ഒരിക്കലും വൈജയന്തി തിരിച്ചറിയരുത്. ബാലചന്ദ്രൻ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണെന്നും ഈ സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്ന കാര്യം ഒരിക്കലും വൈജയന്തി അറിയരുത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഇവർക്ക് കുടിക്കാൻ വെള്ളമോ ചായയോ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുന്ന സമയത്തിന് അലീന അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്തിന് മാലതി വീണ്ടും ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയെ ശ്രദ്ധിച്ചു ഗംഗേട്ടൻ? ശരിക്കും ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വൈജയെ പോലെ തന്നെയുണ്ട്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വൈജയുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. ഗംഗേട്ടാ, എനിക്ക് ശരിക്കും നല്ല സംശയമുണ്ട്, ആ കുട്ടി വൈജയുടെ മകളാണോ എന്നുള്ള കാര്യം എനിക്ക് നല്ല സംശയമുണ്ട് എന്നിങ്ങനെ മാലതി വീണ്ടും പറയുന്ന സമയത്തിന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണോ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ആ കുട്ടി അന്ന് മരിച്ചു എന്നല്ലേ രാവണി അമ്മാവൻ നമ്മളോട് എല്ലാവരോടും പറഞ്ഞത്? പിന്നെ മരിച്ചു പോയ കുട്ടി എങ്ങനെ പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ടാവുക എന്നിങ്ങനെ വീണ്ടും ഗംഗാധരൻ ചോദിക്കുന്ന സമയത്തിന് മാലതി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. പിന്നെ വൈജയെ പോലെ തന്നെ രൂപസാദൃശ്യവുമുണ്ട്. 22 വർഷം മുൻപേ തന്നെയല്ലേ വൈജയന്തി ആദ്യം പ്രസവിച്ചത്, അതും ഒരു പെൺകുഞ്ഞായിരുന്നു. നമ്മളെല്ലാവരും വൈജയനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ ആ കുഞ്ഞ് മരിച്ചു എന്ന്. പക്ഷേ ആ സമയത്തും ആ കുഞ്ഞ് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി അന്ന് മരിച്ചു പോയിട്ടൊന്നുമില്ല. അച്ഛനും രാവണി അമ്മാവനും കൂടി ചേർന്നിട്ടില്ല ആ കുട്ടിയെ അന്ന് ഏതോ ദൂരത്തൊരു ഓർഫനേജിൽ കൊണ്ടുപോയാക്കിയത്.
അതും തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിൽ തന്നെയായിരുന്നു. പിന്നീട് അങ്ങനെ 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് രാവിണി അമ്മാവൻ നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഒരിക്കലും അത് അന്വേഷിക്കാനൊന്നും പോയിട്ടുമില്ല. ഇനി ഒരു പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയിന്ന് അച്ഛൻ നമ്മളെ വിശ്വസിപ്പിച്ചതായിരുന്നെങ്കിലോ, ഇനി ഒരിക്കലും ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോവാതിരിക്കാൻ ഒരു ദിവസം നമ്മൾ എല്ലാവരും ചേർന്നിട്ട് വൈജയന്തിയോട് ആ കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അച്ഛനും രാവണി അമ്മാവനും നമ്മളോട് കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് ചോദിക്കാണ് മാലതി. അന്ന് ആ കുഞ്ഞും മരിച്ചുപോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ കുഞ്ഞ് ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ആ സത്യമെങ്ങാനും ഒരു പക്ഷേ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു വാക്ക് കേട്ടുകൊണ്ടായിരിക്കട്ടെ പെട്ടെന്ന് ബാങ്കും കഴിഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വൈജയന്തി ആകെ ഷോക്കാവാണ്. മാലതി പറയുന്നത്, നമ്മൾ അന്ന് വൈജയന്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അവൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ? അന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെ കൂടി നിൽക്കുന്നവ എല്ലാവരും തന്നെ അവളോട് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നങ്ങ് പറഞ്ഞ് അതങ്ങ് സത്യാക്കിയെടുത്തു. പാവം, അവൾ പ്രസവിച്ച സമയത്ത് തന്നെ അവളുടെ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും നമ്മളാരും സമ്മതിച്ചിരുന്നില്ല. ശരിക്കും അന്ന് ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നില്ലല്ലോ. അതെങ്ങാനും വൈജയന്തി ബാലചന്ദ്രന്റെ വായിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വൈജയന്തി അത് ക്ഷമിക്കില്ല. മാലതി അത് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് വൈജയന്തി അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. വൈജയന്തി ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും. വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ മാലതി എടുത്തി പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിനെ മാലതി പറയുന്നത്, അത് പിന്നെ ഒന്നുമില്ല വൈജയ്. എന്താ മാലതി എടുത്തി പറഞ്ഞത്? അപ്പോൾ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞോ? എന്നിട്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ബാലചന്ദ്രൻ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? പറ ഗംഗേട്ടാ, ശരിക്കും ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗംഗാധരൻ പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടതിന് വൈജയന്തിയോട് പറഞ്ഞിട്ട്, അത് പിന്നെ ബാലചന്ദ്രൻ എവിടെ നിന്നോ സത്യമെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ആവുന്നതിന് മുൻപേ തന്നെ കാണാൻ വന്നത് ഞങ്ങളെയായിരുന്നു. അന്ന് ബാലചന്ദ്രൻ അറിഞ്ഞ വിവരമെല്ലാം തന്നെ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളടുത്തേക്ക് നേരിട്ട് വന്നിരുന്നു ബാലചന്ദ്രൻ. അപ്പോൾ വൈജയ്ക്ക് വല്ലാതായിക്കൊണ്ടതിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഗംഗേട്ടൻ എന്താ ഈ കാര്യമൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗംഗാധരൻ പറയുന്നുണ്ട്, അത് നീ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിയരുതേന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം വൈജയന്തിക്ക് വല്ലാതാവട്ടെ സങ്കടവും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ സത്യമെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കില്ലേ ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കല്യാണത്തിന് മുൻപേ തന്നെ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞുവല്ലേ? ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ തല കുനിച്ച് നിൽക്കുമായിരിക്കും വൈജയന്തി. അന്നേരം വൈജയന്തി അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ ഗംഗാധരൻ പറഞ്ഞിട്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ വൈജയന്തി, അത് വിട്, നമുക്ക് ഏതായാലും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറയും. വൈജയന്തി ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ആ ചതിക്ക് കൂട്ടു നിൽക്കുമായിരുന്നില്ലേ? ശരിക്കും ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മാലതി പറയുന്നത്, ഇല്ല വൈജയ്, അതൊന്നുമില്ല, ആ കുഞ്ഞന്ന് മരിച്ചു പോയതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല അല്ലേ? അന്ന് എൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തെ ഏതൊരു ഓർഫനേജിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കിയതാണല്ലേ? അങ്ങനെ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കരുതായിരുന്നു. എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ എൻ്റെ ജീവിതം ഒരിക്കലും ഇന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇന്നേ വരെ എനിക്ക് ഒരു കാലത്തും സമാധാനം കിട്ടിയിട്ടില്ല. ബാലചന്ദ്രൻ്റെ കൂടെ ഞാൻ ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്നേ ഉള്ളൂ. ഇന്നേ വരെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണാത്തത് കൊണ്ട് തന്നെ ഒട്ടും സമാധാനം കിട്ടിയിട്ടില്ല. ഞാൻ ആ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി അന്ന് താൻ പ്രസവിച്ച ആ ഒരു കുഞ്ഞിനെ ഓർത്തുകൊണ്ട് തന്നെ വെങ്ങി പൊട്ടി കരയാണ്. അന്ന് നിങ്ങൾ എൻ്റെ കുഞ്ഞ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നിൽ നിന്നും അകറ്റാതെ എനിക്ക് ആ കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും എങ്ങോട്ടെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കുമായിരുന്നു. ഇതിപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ മറ്റൊരാളുടെ ജീവിതം തകർത്തു. അതിനുശേഷം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അവരുടെ ജീവിതം ഞാൻ തകർത്തു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഒരു അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ മകളുടെ മുഖം പോലും എനിക്കൊന്ന് കാണിച്ചു തന്നില്ല. എന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് രാവണി അമ്മാവനും അച്ഛനും എന്നെ ചതിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടുപോയാക്കി. നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്തിനാണ് എന്നോട് ഇത്ര വലിയ ക്രൂരത ചെയ്തത്? നിങ്ങൾ എന്തിനാ എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ഭയങ്കര കരച്ചിലായിരിക്കും. ഗംഗേട്ട, അങ്ങനെ എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഉടനെ തന്നെ അവളെ കാണണം. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവളെ കണ്ടെത്തണം. എനിക്ക് എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കരയുന്ന സമയത്തിന് ഗംഗാധരൻ പറഞ്ഞിട്ട്, നീ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വൈജയ്. നിനക്കിപ്പോൾ ഒരു ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്. അതുകൊണ്ട് ഇനി ആ കുഞ്ഞിനെ അന്വേഷിച്ച് നീ നടക്കണ്ട. നിനക്കിപ്പോൾ നിൻ്റെ ജീവിതമാണ് വലുത്. നീ നിൻ്റെ 3 മക്കളെ നോക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കുമെന്ന് പറയും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, ഇവരൊക്കെ കാണുന്നതിന് മുൻപേ തന്നെ ഞാൻ പ്രസവിച്ചത് എൻ്റെ പൊന്നു മോളെയായിരുന്നു. ഞാൻ ഇന്നും കുന്നോളം സ്നേഹിക്കുന്നത് എൻ്റെ ആ മോളെയാണ്. അവളല്ലാതെ മറ്റാരെയും എനിക്ക് ആ സ്ഥാനത്ത് സ്നേഹിക്കാൻ കഴിയില്ല. ആ കുഞ്ഞെന്ന് മരിച്ചില്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് 10-22 വയസ്സായി കാണും. പാവം എൻ്റെ മോൾ അനാഥാലയത്തിൽ ആരുമില്ലാത്തതുപോലെ ജീവിച്ചില്ലേ? മറ്റ് അനാഥ കുട്ടികളുടെ കൂടെയല്ലേ അവൾ ജീവിച്ചിരിക്കുന്നത്? പാവം, യാതൊരു തെറ്റും ചെയ്യാതെ എൻ്റെ പൊന്നുമോളോട് നിങ്ങൾ എന്തിനാണ് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനൊരു ക്രൂരത ചെയ്തത്? എന്തിനാണ് നിങ്ങളെന്നെ ചതിച്ചത്?
നിങ്ങൾക്കാർക്കും ഒരു ദയ പോലും എന്നോട് തോന്നിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വൈജയന്തി കരയുന്ന സമയത്തിന് മാലതി പറയുന്നുണ്ട്, വൈജയ് നീ അത് വിട്, അതൊക്കെ കഴിഞ്ഞിട്ട് 10-22 വർഷമായില്ലേ, പിന്നെ അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. ആ കുഞ്ഞ് മരിച്ചു എന്ന് അച്ഛൻ പറഞ്ഞ ആ വിവരമല്ലേ ഇപ്പം നമുക്കുമുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തിന് എനിക്കിനി അതൊന്നും കേൾക്കണ്ട. എനിക്ക് ബാലചന്ദ്രന് 3 മക്കളുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അതിനു മുൻപേ തന്നെ ഞാൻ പ്രസവിച്ചതാണ് ആ മോളെ, ആ പൊന്നുമോളെ എനിക്കൊന്ന് കാണണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ആ മോള്. അവളെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണണം. നിങ്ങൾ തന്നെ അവളെ എനിക്ക് കണ്ടുപിടിച്ച് തരണം. നിങ്ങൾ കാരണം തന്നെയല്ലേ എനിക്ക് അന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ പിന്നെ എനിക്കൊരിക്കലും ഒരു ജീവിതമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ വൈജയന്തിയുടെ ആർപ്പുകളെയും കരച്ചിലെല്ലാം കേട്ടുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയന്തിയുടെ നിരപരാധിത്വമെല്ലാം തന്നെ അലീനക്ക് മനസ്സിലാവും. അലീന മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ അമ്മ ഒരിക്കലും വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉപേക്ഷിച്ചതൊന്നുമല്ല. അമ്മയുടെ വീട്ടുകാരും അമ്മയുടെ കൂടപ്പിറപ്പുകളും എല്ലാവരും ചേർന്നിട്ട് തൻ്റെ അമ്മയെ ചതിക്കുമായിരുന്നു എന്ന്. ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം തനിക്ക് തന്നെയാണെന്നുള്ള കാര്യമെല്ലാം അലീന മനസ്സിലാക്കും. തൻ്റെ അമ്മ ഇപ്പോഴും മനസ്സിലിട്ട് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം തന്നെ അലീനക്ക് മനസ്സിലാവുന്നതോടുകൂടി തന്നെ അലീനക്ക് പിന്നെ വൈജയന്തോട് വല്ലാത്തൊരു സ്നേഹമൊക്കെ ഇഷ്ടമൊക്കെ ആയിരിക്കും. താൻ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയെങ്കിലും വൈജയന്തി അലീനയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം അലീനക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് അങ്ങനെ കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ അലീനയായിരുന്നു തൻ്റെ സ്വന്തം മകള് എന്ന കാര്യം വൈജയന്തി തിരിച്ചറിയുന്നത്. അതറിയുന്നതോടുകൂടി തന്നെ വൈജയന്തിക്ക് ആകെ നെഞ്ച് തകർന്നു പോവാണ്. ഇത്ര കാലം താൻ അലീനയോട് ചെയ്തു കൂട്ടിയിട്ടുള്ള ആ ഒരു ക്രൂരതകളെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തി കുറ്റബോധത്തോടെ ഇങ്ങനെ നീറിപ്പുകയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.